ഹലോ, എല്ലാ വിദ്യാർത്ഥികൾക്കും ഭൃഗുനന്ദി നാഡി ജ്യോതിഷ ഓൺലൈൻ കോഴ്സിലേക്ക് സ്വാഗതം. പ്രാചീനമായ ഈ ജ്യോതിഷവിജ്ഞാനം അനുസരിച്ച് ഇന്ന് ധനു മുതൽ മീനം വരെയുള്ള രാശികളിൽ രാഹുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിക്കാം. ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ ധനുരാശിയിൽ രാഹുവിന്റെ സ്ഥാനം ചന്ദ്രന്റെ വടക്കൻ നോഡ് സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ധനുരാശി ഒരു അഗ്നിരാശിയാണ്. വികാസം, പര്യവേക്ഷണം, ആത്മീയവും ദാർശനികവുമായ ധാരണയ്ക്കുള്ള ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തടസ്സം, ആസക്തി, അസ്വസ്ഥത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹമായ രാഹുവിന്റെ സാന്നിധ്യം ഈ മേഖലകളിൽ കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കും. ധനുരാശിയിൽ രാഹു ഉള്ള വ്യക്തികൾ പലപ്പോഴും സാഹസികത, സ്വാതന്ത്ര്യം, അറിവ് തേടൽ എന്നിവയ്ക്കുള്ള ശക്തമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അമിതമായ ശുഭാപ്തിവിശ്വാസമുള്ളവരും ആവേശഭരിതരും തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അശ്രദ്ധയോടെയും പെരുമാറുന്ന പ്രവണത അവർക്കുണ്ടാകാം. ഈ ജാതകർക്ക് ദാർശനികമോ മതപരമോ ആയ കാര്യങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയും. പക്ഷേ ലക്ഷ്യസ്ഥാനത്തേക്കാൾ യാത്രയുടെ ആവേശത്തിൽ അകപ്പെടാനുള്ള ശ്രദ്ധക്കുറവും പ്രവണതയും കൊണ്ട് അവർ പോരാടും. ബന്ധങ്ങളുടെ കാര്യത്തിൽ ധനുരാശിയിലെ രാഹുവിന് അസ്ഥിരത, പ്രവചനാതീതത, സംഘർഷത്തിനുള്ള സാധ്യത എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. ഈ വ്യക്തികൾ അവരുടെ സ്വന്തം സാഹസികതയുമായി പൊരുത്തപ്പെടാൻ കഴിയുന്ന പങ്കാളികളിലേക്ക് ആകർഷിക്കപ്പെടാം. എന്നാൽ ദീർഘകാല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനോ വൈകാരിക അടുപ്പം നിലനിർത്തുന്നതിനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. തൊഴിൽപരമായി ധനുരാശിയിലെ രാഹുവിന് യാത്ര, വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിവരങ്ങളുടെ വ്യാപനം എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ അസാധാരണമായ കഴിവുകൾ നൽകാൻ കഴിയും. എന്നിരുന്നാലും സ്ഥിരമായ ഒരു കരിയർ പാത നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോ ഉള്ള വെല്ലുവിളികളും ഈ ജാതകർക്ക് നേരിടേണ്ടി വന്നേക്കാം. ധനുരാശിയിൽ രാഹു ഉള്ള വ്യക്തികൾക്കുള്ള പ്രധാന വെല്ലുവിളികളിലൊന്ന് പര്യവേക്ഷണത്തിനും വളർച്ചയ്ക്കുമുള്ള അവരുടെ ആഗ്രഹത്തെ അച്ചടക്കം, ശ്രദ്ധ, അവരുടെ വൈകാരികവും ആത്മീയവുമായ ആവശ്യങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ എന്നിവയുമായി സന്തുലിതമാക്കാൻ പഠിക്കുക എന്നതാണ്. അവരുടെ വിശ്രമമില്ലാത്ത ഊർജ്ജത്തെ ഉൽപാദനപരവും അർത്ഥവത്തായതുമായ പരിശ്രമങ്ങളിലേക്ക് നയിക്കാനുള്ള കഴിവ് അവർ വികസിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അവരുടെ ജീവിതത്തിൽ അടിത്തറയും സ്ഥിരതയും വളർത്തിയെടുക്കുകയും വേണം. മൊത്തത്തിൽ ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ ധനുരാശിയിലെ രാഹു സങ്കീർണവും വെല്ലുവിളി നിറഞ്ഞതുമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഈ വ്യക്തികൾ സ്വയം അവബോധം, ക്ഷമ, സാഹസികതയ്ക്കുള്ള ദാഹവും വൈകാരികവും ആത്മീയവുമായ പൂർത്തീകരണത്തിന്റെ ആവശ്യകത എന്നിവയ്ക്കിടയിൽ സമന്വയം കണ്ടെത്താനുള്ള കഴിവ് എന്നിവ വികസിപ്പിക്കുന്നതിന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ മകരരാശിയിൽ രാഹുവിന്റെ സ്ഥാനം ചന്ദ്രന്റെ വടക്കൻ നോഡ് ഒരു വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ പരിവർത്തനം ചെയ്യാവുന്നതുമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. മകരരാശി ഒരു ഭൂമി രാശിയാണ്. അത് അഭിലാഷം, അച്ചടക്കം, സ്ഥിരതയ്ക്കും വിജയത്തിനുമുള്ള ശക്തമായ ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തടസ്സം, ആസക്തി, അസ്ഥിരതയുടെ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഹു എന്ന ഗ്രഹത്തിന്റെ സാന്നിധ്യം ഈ മേഖലകളിൽ കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കും. മകരത്തിൽ രാഹു ഉള്ള വ്യക്തികൾ പലപ്പോഴും നേട്ടങ്ങൾ, പദവികൾ, ശക്തിയുടെയും ഭൗതിക സ്വത്തുക്കളുടെയും ശേഖരണം എന്നിവയ്ക്കായി ശക്തമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിൽ അമിതമായ അഭിലാഷവും പ്രായോഗികതയും നിർദ്ദയതയും ഉള്ള ഒരു പ്രവണത അവർക്ക് ഉണ്ടായിരിക്കാം. ഈ വ്യക്തികൾ വളരെ അച്ചടക്കമുള്ളവരും കഠിനാധ്വാനികളുമാകാം. എന്നാൽ വൈകാരികമായ അകൽച്ചയോ സഹാനുഭൂതിയുടെ അഭാവമോ കൊണ്ട് അവർ പോരാടിയേക്കാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ മകരരാശിയിലെ രാഹുവിന് വൈകാരിക അകലം, അധികാര പോരാട്ടങ്ങളുടെ സാധ്യത, വ്യക്തിബന്ധങ്ങളെക്കാൾ കരിയറിനും അഭിലാഷത്തിനും മുൻഗണന നൽകുന്ന പ്രവണത എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. ഈ വ്യക്തികൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനോ അവരുടെ തൊഴിൽപരവും വ്യക്തിപരവുമായ ജീവിതങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുന്നതിനോ ബുദ്ധിമുട്ടുണ്ടായേക്കാം. തൊഴിൽപരമായി മകരരാശിയിലെ രാഹുവിന് അസാധാരണമായ നേതൃത്വ കഴിവുകൾ, സങ്കീർണമായ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങൾ നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവ്, തന്ത്രപരമായ ആസൂത്രണത്തിനുള്ള കഴിവ് എന്നിവ നൽകാൻ കഴിയും. മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ദീർഘകാല ലക്ഷ്യങ്ങൾ പിന്തുടരൽ എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ ഈ വ്യക്തികൾ മികവ് പുലർത്തിയേക്കാം. എന്നിരുന്നാലും ആരോഗ്യകരമായ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിലും പൊള്ളൽ ഒഴിവാക്കുന്നതിലും അവർ വെല്ലുവിളികൾ നേരിട്ടേക്കാം. മകരത്തിൽ രാഹു ഉള്ള വ്യക്തികൾക്കുള്ള പ്രധാന വെല്ലുവിളികളിലൊന്ന് ആഴത്തിലുള്ള വൈകാരിക അവബോധവും സ്വന്തം വികാരങ്ങളുമായി ബന്ധപ്പെടാനുള്ള കഴിവും വളർത്തിയെടുക്കാൻ പഠിക്കുക എന്നതാണ്. അവരുടെ ശക്തമായ തൊഴിൽ നൈതികതയും അച്ചടക്കവും നിലനിർത്തിക്കൊണ്ടുതന്നെ അവരുടെ അഭിലാഷങ്ങളോടും ലക്ഷ്യങ്ങളോടും കൂടുതൽ അനുകമ്പയും സന്തുലിതവുമായ സമീപനം വികസിപ്പിക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ മകരരാശിയിലെ രാഹു വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ രൂപാന്തരപ്പെടാൻ സാധ്യതയുള്ളതുമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു.
ഈ വ്യക്തികൾക്ക് മികച്ച വിജയം നേടാനുള്ള കഴിവുണ്ട്, എന്നാൽ അവരുടെ ജീവിതത്തോട് കൂടുതൽ സമഗ്രവും വൈകാരികവുമായ സമതുലിതമായ സമീപനം വികസിപ്പിക്കാനും അവർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ കുംഭം രാശിയിൽ രാഹുവിന്റെ സ്ഥാനം ചന്ദ്രന്റെ വടക്കൻ നോഡ് സങ്കീർണവും ബഹുമുഖവുമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. നവീകരണം, സ്വാതന്ത്ര്യം, സാമൂഹിക പരിഷ്കരണത്തിനും മാനുഷിക കാരണങ്ങൾക്കും വേണ്ടിയുള്ള ശക്തമായ ആഗ്രഹം എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു വായുരാശിയാണ് കുംഭം. തടസ്സം, ആസക്തി, അസ്വസ്ഥത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രഹമായ രാഹുവിന്റെ സാന്നിധ്യം ഈ മേഖലകളിൽ കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കും. കുംഭത്തിൽ രാഹു ഉള്ള വ്യക്തികൾ പലപ്പോഴും പാരമ്പര്യേതരത്വത്തോടുള്ള ശക്തമായ ആഗ്രഹം, സാമൂഹിക മാനദണ്ഡങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ, വിമത അല്ലെങ്കിൽ വിപ്ലവകരമായ ചിന്തകളിലേക്കുള്ള പ്രവണത എന്നിവ പ്രകടിപ്പിക്കുന്നു. ഈ വ്യക്തികൾ പുരോഗമനപരവും അല്ലെങ്കിൽ വിചിത്രമായ ആശയങ്ങളിലേക്കും പിന്തുടരലുകളിലേക്കും ആകർഷിക്കപ്പെടാം. അവർക്ക് ബൗദ്ധികമായി ജിജ്ഞാസുക്കളാകാനുള്ള പ്രവണത ഉണ്ടായിരിക്കാം, എന്നാൽ വൈകാരിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ഒരു ബോധം നിലനിർത്തുന്നതിനോ അവർ പാടുപെടാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ കുംഭത്തിലെ രാഹുവിന് അകലം, പ്രവചനാതീതത, പെട്ടെന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികൾ എന്നിവയ്ക്കുള്ള സാധ്യത എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. ഈ വ്യക്തികൾ അവരുടെ സ്വന്തം സ്വാതന്ത്ര്യ മനോഭാവത്തോടും പൊരുത്തപ്പെടാൻ കഴിയുന്ന പങ്കാളികളിലേക്ക് ആകർഷിക്കപ്പെടാം, എന്നാൽ ദീർഘകാലവും സുസ്ഥിരവുമായ ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. തൊഴിൽപരമായി കുംഭത്തിലെ രാഹുവിന് സാങ്കേതികവിദ്യ, നവീകരണം അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങളുടെ പുരോഗതി എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ അസാധാരണമായ കഴിവുകൾ നൽകാൻ കഴിയും. ഈ വ്യക്തികൾക്ക് അവരുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കാനും സമൂഹത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും അനുവദിക്കുന്ന കരിയറിൽ മികവ് പുലർത്താം. എന്നിരുന്നാലും ഫോക്കസ് നിലനിർത്തുക, അടിസ്ഥാനപരമായി തുടരുക, അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിന്റെ പ്രായോഗിക വശങ്ങൾ നാവിഗേറ്റ് ചെയ്യുക തുടങ്ങിയ വെല്ലുവിളികളും അവർ അഭിമുഖീകരിച്ചേക്കാം. കുംഭത്തിലെ രാഹുവുള്ള വ്യക്തികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് വൈകാരിക ബന്ധം, സ്ഥിരത, സ്വന്തം ആന്തരിക ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ എന്നിവയുടെ ആവശ്യകതയുമായി സ്വാതന്ത്ര്യത്തിനും സാമൂഹിക മാറ്റത്തിനുമുള്ള അവരുടെ ആഗ്രഹം സന്തുലിതമാക്കാൻ പഠിക്കുക എന്നതാണ്. അവരുടെ വിശ്രമമില്ലാത്ത ഊർജ്ജവും നൂതനമായ ചൈതന്യവും ക്രിയാത്മകവും സുസ്ഥിരവുമായ രീതിയിൽ നയിക്കാനുള്ള കഴിവ് അവർ വികസിപ്പിക്കേണ്ടതുണ്ട്. മൊത്തത്തിൽ ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ കുംഭത്തിലെ രാഹു സങ്കീർണവും ബഹുമുഖവുമായ സ്ഥാനമാണ്. ഈ വ്യക്തികൾക്ക് പോസിറ്റീവ് മാറ്റത്തിന്റെ ഏജന്റുമാരാകാനുള്ള കഴിവുണ്ട്, എന്നാൽ അവരുടെ ജീവിതത്തിൽ വൈകാരികവും പ്രായോഗികവുമായ അടിത്തറ വളർത്തുന്നതിന് അവർ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ മീനരാശിയിൽ രാഹുവിന്റെ സ്ഥാനം ചന്ദ്രന്റെ വടക്കൻ നോഡ് ഒരു വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ പരിവർത്തനം ചെയ്യാൻ സാധ്യതയുള്ളതുമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. മീനം ഒരു ജലരാശിയാണ്, ആത്മീയത, ഭാവന എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപബോധമനസ്സും അവബോധജന്യവുമായ മേഖലകളുമായുള്ള ശക്തമായ ബന്ധം. തടസ്സം, ആസക്തി, അസ്ഥിരതയുടെ ബോധം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാഹു എന്ന ഗ്രഹത്തിന്റെ സാന്നിധ്യം ഈ മേഖലകളിൽ കാര്യമായ വെല്ലുവിളികൾ സൃഷ്ടിക്കും. മീനരാശിയിൽ രാഹു ഉള്ള വ്യക്തികൾ പലപ്പോഴും ആഴ്മേറിയതും സെൻസിറ്റീവും ചിലപ്പോൾ നിഗൂഢവുമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അവർ ആത്മീയമോ കലാപരമോ ആയ ആഗ്രഹങ്ങളിലേക്കും ഭൗതിക ലോകത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിലേക്കും ആകർഷിക്കപ്പെട്ടേക്കാം. ഈ വ്യക്തികൾക്ക് വളരെ അവബോധമുള്ളവരും സഹാനുഭൂതിയുള്ളവരുമാകാം, എന്നാൽ രക്ഷപ്പെടൽ, ആസക്തി, അല്ലെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ അടിസ്ഥാനമില്ലായ്മ എന്നിവയോടുള്ള പ്രവണതയുമായി അവർ പോരാടിയേക്കാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ മീനരാശിയിലെ രാഹുവിന് വൈകാരിക തീവ്രത, വഞ്ചന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിനുള്ള സാധ്യത, ആത്മീയമോ വൈകാരികമോ ആയ പൂർത്തീകരണത്തിന്റെ ആവശ്യകത എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. അത് തൃപ്തിപ്പെടുത്താൻ പ്രയാസമാണ്. വൈകാരികമോ ആത്മീയമോ ആയ പിന്തുണ നൽകാൻ കഴിയുന്ന പങ്കാളികളിലേക്ക് ഈ വ്യക്തികൾ ആകർഷിക്കപ്പെടാം, എന്നാൽ ആരോഗ്യകരമായ അതിരുകൾ നിലനിർത്താനും അവരുടെ അടുപ്പമുള്ള ബന്ധങ്ങളോടുള്ള സമതുലിതമായ സമീപനവും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. തൊഴിൽപരമായി മീനരാശിയിലെ രാഹുവിന് സർഗാത്മകത, ആത്മീയത അല്ലെങ്കിൽ ഉപബോധ മണ്ഡലത്തിന്റെ പര്യവേക്ഷണം എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ അസാധാരണമായ കഴിവുകൾ നൽകാൻ കഴിയും. കല, സംഗീതം, കൗൺസിലിംഗ് അല്ലെങ്കിൽ അവരുടെ അവബോധജന്യവും ഭാവനാത്മകവുമായ കഴിവുകൾ ടാപ്പു ചെയ്യാൻ അനുവദിക്കുന്ന ഏതെങ്കിലും വ്യവസായം പോലുള്ള കരിയറിൽ ഈ വ്യക്തികൾ മികവ് പുലർത്തിയേക്കാം. എന്നിരുന്നാലും ഫോക്കസ്, സ്വയം അച്ചടക്കം, അവരുടെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങളോടുള്ള പ്രായോഗിക സമീപനം എന്നിവ നിലനിർത്തുന്നതിലൂടെയും അവർക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. മീനരാശിയിൽ രാഹു ഉള്ള വ്യക്തികൾക്കുള്ള പ്രധാന വെല്ലുവിളികളിലൊന്ന് അവരുടെ ആത്മീയവും അവബോധജന്യവുമായ ചായ്വുകളെ അടിസ്ഥാനം, സ്വയം അച്ചടക്കം, ജീവിതത്തോടുള്ള കൂടുതൽ പ്രായോഗിക സമീപനം എന്നിവയുടെ ആവശ്യകതയുമായി സന്തുലിതമാക്കാൻ പഠിക്കുക എന്നതാണ്.
അവരുടെ സംവേദനക്ഷമതയും ഭാവനയും ക്രിയാത്മകമായ വഴികളിലൂടെ നയിക്കാനുള്ള കഴിവ് അവർ വികസിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം വ്യക്തിപരമായ അതിരുകളുടെയും വൈകാരിക സ്ഥിരതയുടെയും ശക്തമായ ബോധം വളർത്തിയെടുക്കുകയും വേണം. മൊത്തത്തിൽ ഭൃഗുബിന്ദു ജ്യോതിഷത്തിൽ മീനരാശിയിലെ രാഹു ഒരു വെല്ലുവിളി നിറഞ്ഞതും എന്നാൽ രൂപാന്തരപ്പെടാൻ സാധ്യതയുള്ളതുമായ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഈ വ്യക്തികൾക്ക് ആത്മീയത, സർഗാത്മകത, മനുഷ്യ മനസ്സിന്റെ പര്യവേക്ഷണം എന്നീ മേഖലകളിൽ കാര്യമായ സംഭാവനകൾ നൽകാനുള്ള കഴിവുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തോട് കൂടുതൽ സന്തുലിതവും അടിസ്ഥാനപരവുമായ സമീപനം വികസിപ്പിക്കുന്നതിന് അവർ പ്രവർത്തിക്കേണ്ടതുണ്ട്.